താൻ ഈ വർക്ക് കുട്ടിക്കളിയായിട്ടാണോ കാണുന്നത്? പറ്റില്ലെങ്കിൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. ഞാൻ വേറെ ആരെങ്കിലും നോക്കാം. അതെങ്ങനെയാ? ഒന്ന് കറിയപ്പോഴേ ലീവ് എടുത്തു പോകാനല്ലേ ധൃതി? അവൻ ആരോടൊക്കെയുള്ള ദേഷ്യം മുഴുവൻ അവളിൽ തീർത്തു. ഇത്രയും പറയാൻ ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായേ? അവളുടെ വിരൽ വായിലേക്ക് വന്നു. ഗൗരിനന്ദ, അവൻ വീണ്ടും അട്ടഹസിച്ചു. അവൾ വേഗം കൈ താഴ്ത്തി, കൂടെ തലയും. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞ് അവൻ്റെ ക്യാബിനിലേക്ക് പോയി. അകത്തേക്ക് കയറാൻ നിന്നപ്പോഴാണ് അവൻ്റെ നോട്ടം നിഷയുടെ ടേബിളിൽ എത്തിയത്. അവൻ ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും തൻ്റെ പ്രകടനം കണ്ട് അന്താളിച്ച് നിൽക്കുമ്പോൾ ഇവൾ മാത്രം മുഖത്തൊരു പുഞ്ചിരിയുമായി തൻ്റെ വർക്കിൽ മുഴുകിയിരിക്കുന്നു. അവൻ ഗൗരിയുടെ സൈഡിലേക്കൊന്ന് നോക്കി. ആൾ ഫാനും നോക്കി വിരലും കടിച്ച് ചിന്തയിലാണ്. ആദി ക്യാബിനിലേക്ക് കയറി ലാപ്പ് തുറന്ന് CCTV ഫുട്ടേജ് നോക്കി. അവൻ്റെ കണ്ണൊന്ന് കുറുകി. ടേബിൾ ഫോൺ എടുത്ത് നിഷയെ വരാൻ പറയൂ. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നിഷ ഗൗരിയെ ഒന്ന് നോക്കി വളരെ ഉത്സാഹത്തോടെ അവൻ്റെ ക്യാബിനിലേക്ക് കയറി. ആദി ലാപ്ടോപ്പിൽ നിന്ന് തല ഉയർത്തി അവളെ ഒന്ന് നോക്കി. ശേഷം ലാപ്ടോപ്പ് തിരിച്ച് അവൾക്ക് മുന്നിലായി വെച്ചു. അതിലെ ദൃശ്യം കണ്ടതും നിഷ നന്നായി ഒന്ന് വിയർക്കാൻ തുടങ്ങി. എന്താ ഇതൊക്കെ നിഷ? അവൻ സമാധാനത്തോടെ ചോദിച്ചു. അത് സാർ, AC തണുപ്പ് കുറഞ്ഞപ്പോൾ സ്പീഡ് കൂട്ടിയതാണ്. ആർക്ക് തണുപ്പ് കുറഞ്ഞപ്പോൾ? നിഷ. അത് സാർ. അവളൊന്ന് തപ്പിത്തടഞ്ഞു. എന്തിനു വേണ്ടി താൻ ഇത് ചെയ്തത് നിഷ? ഗൗരിനന്ദ അവളുടെ സീറ്റിലില്ലാത്ത സമയം താൻ എന്തിന് അവളുടെ സൈഡിലെ ഫാൻ കൂട്ടി വെക്കണം? നിനക്ക് AC തണുപ്പ് കുറവാണെങ്കിൽ തൻ്റെ സൈഡിലെ ഫാൻ അല്ലേ കൂട്ടേണ്ടത്? അവൻ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അത് അവൾക്ക് എന്ത് പറയണമെന്നറിയില്ല. തനിക്കെന്താ അവളോട് വൈരാഗ്യം? നിഷ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ ഈ ചോദ്യം കേട്ടതും അവളൊന്ന് ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിഷ, ചില സമയങ്ങളിലെല്ലാം തൻ്റെ പെരുമാറ്റം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. താൻ കരുതുന്ന പോലെ ഒന്നും എനിക്ക് തന്നോടില്ല. എന്നു മാത്രമല്ല, ഒരു സത്യം കൂടി നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗൗരിനന്ദ, അവൾ വന്നിട്ട് 1 മാസം പോലും ആയിട്ടില്ല. ഞാൻ എൻ്റെ പേരൻസ് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അവളുടേതാണ്. ആദിയുടെ തുറന്നു പറച്ചിൽ കേട്ടതും നിഷ ഒന്ന് ഞെട്ടി. താൻ സംശയിച്ചതുപോലെ തന്നെ സത്യമെന്ന് മനസ്സിലാക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിഷ, ഇന്ന് നടന്നത് ഞാൻ ക്ഷമിച്ചു. ഇത് നമ്മൾ 2 പേർ മാത്രം അറിഞ്ഞാൽ മതി, ഓക്കെ? പക്ഷേ ഇനിയും നീ പകവെച്ച് വല്ല സിനിമയിലും സീരിയലിലും കാണുന്ന പോലെ അവളെ നോവിക്കും വിധം ഉണ്ടായാൽ അന്ന് താൻ ഈ ആദിത്യവർമ്മയുടെ മറ്റൊരു മുഖം കാണും. ഏതായാലും താൻ എൻ്റെ മനസ്സറിഞ്ഞല്ലോ. ഇനി കൂടുതലൊന്നും ചിന്തിക്കാതെ നല്ലൊരു പയ്യനെ തിരഞ്ഞെടുത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കൂ, ഓക്കെ? എന്നാൽ താൻ പോകൂ. അവൻ അത്രയും പറഞ്ഞ് ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. ഞാൻ അല്പം കൂടിയോ? ദേഷ്യത്തോടെ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. ഇനി ഇപ്പോൾ എങ്ങനെ ആ കാന്താരിയെ മുഖത്ത് നോക്കും? ഈശ്വര, രാവിലെ അമ്മയോട് ദേഷ്യപ്പെട്ടാണ് ഇറങ്ങിയത് തന്നെ. അമ്മയ്ക്ക് തറവാട്ടിലേക്ക് പോകണം. കല്യാണം പ്രമാണിച്ച്. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോയാലും പോരാ, ഞാനും കൂടെ വേണം. അച്ഛനെ കൂടെ കൊണ്ടുപോകാൻ ഒരുവിധം ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട് കക്ഷി. ഞാൻ കല്യാണത്തിന് 4 ദിവസം മുന്നേ വരാമെന്നൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അവൾക്ക് നാളെ കഴിഞ്ഞാൽ 7-8 ദിവസത്തെ ലീവ് വേണമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അതുകൂടെ ആലോചിച്ച് ആകെ ദേഷ്യത്തിലാണ് ഓഫീസിലേക്ക് കയറിയത് തന്നെ. അപ്പോഴാണ് ചന്തയിൽ പോയ പോലെ ഓഫീസിലേക്ക് കിടക്കുന്നത്. പിന്നെ ദേഷ്യം പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. എല്ലാം കൂടെ പാവം അതിനോട് തീർത്തു. സങ്കടമായി കാണും. അവൻ ഓർത്തുകൊണ്ട് ലാപ്പിലെ അവളുടെ സൈഡിലെ CCTV വിഷ്വൽസ് നോക്കി. ഓ, എന്ത് സങ്കടം! കണ്ടോ, ചായയും വടയും കഴിക്കുന്ന തിരക്കിൽ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞ് അവളെ നോക്കിയിരുന്നു. എന്താവോ എന്തോ ഈശ്വര, വലിയ ബോസായി ആ നിഷയോട് പറയുകയും ചെയ്തു ഗൗരിനന്ദ എൻ്റേതാണെന്ന്. 1 സൈഡേ ഉള്ളൂ എന്ന് ആ നേരം ചിന്തിച്ചില്ല. ഈശ്വര, ചതിക്കല്ലേ. ആ മുതലിനെ എനിക്ക് തന്നെ തന്നേക്കണേ. അവൻ മേലോട്ട് നോക്കി നന്നായി പ്രാർത്ഥിച്ചുപോയി. ഉച്ച കഴിഞ്ഞാണ് ആദി ഗൗരിയെ ഓഫീസിൽ തന്നെ അറേഞ്ച് ചെയ്ത ഇരുവരുടെയും വർക്ക് പ്ലേസിലേക്ക് വിളിച്ചത്. ഗൗരി അവൾ ചെയ്ത 11 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ സ്കെച്ചും മറ്റും റെഡിയാക്കി അവനെയും കാത്തി ഇരിക്കുന്നുണ്ട്. ആദി കയറി വന്നതും ഗൗരി എഴുന്നേറ്റ് നിന്നു. അവനൊന്നും മിണ്ടാതെ അവളുടെ അടുത്തേക്ക് വന്ന് ഓരോ സ്കെച്ചും നോക്കി കാണുകയാണ്. തനിക്ക് എത്ര ദിവസത്തെ ലീവാണ് വേണ്ടത്? അവൻ അതിൽ നിന്ന് മുഖമെടുക്കാതെ തന്നെ ചോദിക്കുകയാണ്. എനിക്ക് ലീവ് ഒന്നും വേണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു. ആദി പ്രതീക്ഷിക്കാത്തത് കേട്ടതുപോലെ ഗൗരിയെ ഒന്ന് നോക്കി. അവൾ വർക്ക് ഡീറ്റെയിൽസ് എല്ലാം ഓർഡറിൽ വെക്കുന്ന തിരക്കിലാണ്. എന്തേ, അച്ചമ്മയുടെ കൂടെ താൻ പോണില്ലേ? ഇല്ല, എനിക്ക് നിർബന്ധമൊന്നുമില്ല പോകാൻ. പിന്നെ അച്ചമ്മ നിർബന്ധിച്ചിട്ട് ലീവ് ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാൻ അച്ചമ്മയോട് പറയാം എൻ്റെ ബോസ് ലീവ് തന്നില്ല എന്ന്.
അവൾ അവനെ നോക്കുക പോലും ചെയ്യാതെ അവളുടെ പണി തുടർന്നു. ഓ, എന്നിട്ട് വേണം അച്ചമ്മയ്ക്ക് എന്നോട് പിണക്കമാകാൻ, അതല്ലേ നിന്റെ ഉദ്ദേശം? ഓ, നല്ല മോനാണത്രേ, എനിക്കല്ലേ അറിയൂ മോൻ്റെ സ്വഭാവം, അവൾ പിറുപിറുത്തു. ഗൗരിനന്ദ, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയ്. ആദ്യം അവൾ പറഞ്ഞത് വൃത്തിയിൽ കേട്ടെങ്കിലും അവളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ടു തന്നെ കപട ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ്റെ ശബ്ദം കടുത്തതും. ഗൗരി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അതെ സാർ, എന്നെ വഴക്ക് പറയുന്നതിന് മുൻപ് സാറിൻ്റെ ഓഫീസിലെ ഫാൻ ഒന്ന് ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെക്ക് ചെയ്യോ. ഞാൻ സ്ലോ ആക്കിയ ഫാന് ഫുൾ സ്പീഡിൽ എങ്ങനെ ആയോ എന്തോ, അവൾ സ്വയം പറഞ്ഞു. ആദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു. താൻ സ്മാർട്ടാണല്ലോ, ലീവിന് പോകാനാകും അല്ലേ? ലീവിൻ്റെ ദിവസത്തെ വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്തത്. അവൾ ചെയ്ത വർക്കെല്ലാം നോക്കി ഫയലിലേക്ക് അടുക്കി വെച്ചു. ഞാൻ ലീവ് തന്നിരിക്കുന്നു. ഇനി അച്ചമ്മയോട് പോയി പറഞ്ഞ് അച്ചമ്മയുടെ ഗുഡ് ബുക്കിൽ നിന്ന് എന്നെ പുറത്താക്കല്ലേ. ഈ സമയമാണ് ആദിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. ഓ, പരാതി കോർട്ടിലെത്തിയെന്ന് തോന്നുന്നല്ലോ. ആദി പുഞ്ചിരിയോടെ ഫോൺ ചെവിയിൽ വെച്ചു. ഗൗരിക്ക് ഓപ്പോസിറ്റ് ചെയറിലേക്കിരുന്നു. ഹലോ മുത്തശ്ശ, പരാതി കോർട്ടിലെത്തിയോ? ഫോൺ എടുത്തതും ആദി പറഞ്ഞു തുടങ്ങി. ഗൗരി പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. കലിപ്പന് ഇങ്ങനെയുള്ള മുഖമുണ്ടോ? ഗൗരി വിരൽ വായിലേക്ക് വെക്കാൻ നിന്നതും പെട്ടെന്ന് കൈ താഴ്ത്തി ആദിയെ നോക്കി. അവൻ്റെ നോട്ടം അവളിൽ തന്നെയാണ്. പിന്നെ എൻ്റെ കുട്ടിയുടെ സങ്കടം എന്നോടല്ലേ പറയാ? നീ ഒരു വലിയ ബിസിനസ്മാൻ വന്നിരിക്കുന്നു. എൻ്റെ കുഞ്ഞ് രാവിലെ കരഞ്ഞാ എനിക്ക് വിളിച്ചത്, അതറിയോ നിനക്ക്? ജിത്തു ഏട്ടനെയും മോനെയും കാണാതെ പറ്റില്ല എന്നും പറഞ്ഞ എൻ്റെ കുട്ടി ടൗണിലേക്ക് താമസം മാറ്റിയത് നിൻ്റെ പഠിത്തത്തിനും അവൻ്റെ ബിസിനസ്സിനും വേണ്ടി. എന്നിട്ട് എൻ്റെ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ ഇത്ര മടി? അയ്യോ മുത്തശ്ശ, വഴക്ക് പറയല്ലേ. അമ്മോട് ഞാൻ പോകാൻ പറഞ്ഞതാ. എനിക്ക് ഓഫീസ് തിരക്കുള്ളത് കൊണ്ട് 4 ദിവസം മുന്നേ വരാമെന്ന് പറഞ്ഞതാണ്. അമ്മയ്ക്ക് ആ വാശി, നാളെ തന്നെ കൂടെ വരണമെന്ന്, ഫംഗ്ഷൻ കഴിയോളം എവിടെയും പോകരുതെന്ന്, ബിസിനസ് എല്ലാം സ്റ്റാഫിനെ ഏൽപ്പിക്കാൻ. കണ്ണ, നീ എല്ലാറ്റിനും സമ്മതം കൊടുക്കുമോനെ. നീ വരാതെ അവൾ വരില്ല തറവാട്ടിലേക്ക്. ഇവിടെ എത്തിയാൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും നീ. ഇടയ്ക്ക് അമ്മയെ ഒന്ന് മുഖം കാണിച്ചാൽ മതിയല്ലോ. ആ മുത്തശ്ശ, ഞാൻ വരാം. നാളെ അമ്മയെ അവിടെ കൊണ്ടുവിടാം. പിന്നെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് കക്ഷി. ഏതായാലും അച്ഛൻ്റെ പണിയും ഞാൻ തന്നെ എടുക്കേണ്ടി വരും. മുത്തശ്ശ, നാളെ കാണാം. ഓക്കെ, ശരി കണ്ണ. അമ്മയ്ക്ക് ഇപ്പോഴേ വിളിക്ക്. നാളെ ഇങ്ങോട്ട് പോരുന്ന കാര്യം പറയട്ടോ. ഓക്കെ മുത്തശ്ശ. ശരി കുഞ്ഞ. അവർ ഫോൺ വെച്ചു. ഫോൺ കട്ട് ചെയ്ത് ആദ്യം നോക്കിയത് തന്നെ നോക്കി നഖം കടിച്ചിരിക്കുന്ന ഗൗരിയെയാണ്. എന്താ ഗൗരിനന്ദ, വിരലിൽ നഖം വല്ലതും ബാക്കിയുണ്ടോ? അവൻ്റെ വിളിയിൽ ഗൗരി ഞെട്ടി. അത് ഞാൻ. അവൾ വേഗം കൈ താഴ്ത്തി. ഞാൻ ഫോണിൽ സംസാരിച്ചിരിക്കുവോളം നീ എന്നെ നോക്കിയിരിക്കുകയായിരുന്നോ? ആ, അത് ഞാൻ ആദ്യം നോക്കി, പിന്നെ ഞാൻ എന്തോ ചിന്തയിലായിപ്പോയി. എന്ത് ചിന്തയിൽ? ആദി മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ആ, എനിക്കറിയില്ല. അവൾ കൈമലർത്തി ജോലി തുടർന്നു. ആദ്യം അവളെ നോക്കി അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു.